അങ്ങനെ അമ്മയും റെഡിയായി. പാവയ്ക്ക ഇതാണോ ശരിയായ രീതി എന്നാ നമ്മുടെ പ്രേക്ഷകർ പറയുന്നത്? എനിക്കറിയില്ല. അതായത് കറികളൊക്കെ കറക്റ്റായിട്ട് സൈഡിൽ വിളമ്പി. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അതാണ് ശരിയായ രീതി എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയണത് കേട്ടോ. ഞാൻ ഉടുപ്പേൽ ഈ ചാറൊന്നും വീഴാതെ കേട്ടോ ഏപ്പറിന് ഇങ്ങനെ ചുമ്മാ കെട്ടിയിട്ടൊന്നുമില്ല, ചുമ്മാ അങ്ങ് വെച്ചേക്കണത്. അല്ലെങ്കിൽ ഉടുപ്പേൽ വീണാ പിന്നെ പ്രശ്നം. ഇങ്ങനെ ആകുമ്പോ ഓരോന്നും എടുത്ത് കൃത്യമായിട്ട് കഴിക്കാൻ പറയുന്നത് കേട്ടോ. കഴിക്കാൻ പറ്റും. ഞാനൊരു ഇത് പറയട്ടെ. ഒരാഴ്ച മുമ്പ് ഞങ്ങള് തൃപ്പൂണിത്തുറ നമ്മള് സ്റ്റേഷനിൽ പോയില്ലേ, മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. അവിടെ വെച്ച് ഞങ്ങൾ അവിടെ ചെന്നേച്ച് വണ്ടി തിരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ഓടി വന്ന ഡോറിൽ തട്ടി. ആദ്യം കണ്ടില്ലായിരുന്ന, ഡോറിൽ തട്ടിയപ്പോഴത്തേക്കും പെട്ടെന്ന് അപ്പോൾ വണ്ടി നിർത്തി. എന്നാ നമ്മുടെ സബ്സ്ക്രൈബറാ. അപ്പം അത് കാക്കനാട്ടിൽ വർക്ക് ചെയ്യുവാണ്, ചങ്ങനാശ്ശേരിയാ വീട്. സംസാരിച്ചു, വണ്ടി നിർത്തി സംസാരിച്ചു. അപ്പം അതിൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ഭയങ്കര മിടിക്ക് പുറകിൽ നിന്ന് ഓടി വന്നു വണ്ടി കണ്ടോണ്ടാ, നമ്മളെ കണ്ടോണ്ട. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അമ്മ സ്ഥിരം വ്യൂവറാണ്. അമ്മയുടെ പേര് ഫിലോമിന. അപ്പം അത് വളരെ കാര്യമായിട്ട് വന്ന് സംസാരിച്ചു. ഞാൻ പല വീഡിയോയിലും പറയണമെന്ന് ഓർക്കും, വിട്ടുപോകും. ഒരു മണ്ടയാ എന്നാന്ന് ഞാൻ മറന്നുപോയി, 2 ആഴ്ച ആയിട്ടോ. പിന്നെ നല്ല നല്ല പെരുമാറ്റം. അതുപോലെ 10-ാം തീയതി ശനിയാഴ്ച നമ്മൾ വൈകിട്ട് അപ്പുറത്ത് പോയില്ലേ, വൈക്കത്ത്. അവിടെ വെച്ച് ഞാൻ ആ കപ്പലിൽ നോക്കി അങ്ങ് പോയപ്പോ ഇവിടെ കണ്ടുകൊണ്ട് വേഗം ഒരു ഫാമിലി വന്ന് സംസാരിച്ചു. പാലാ കാഞ്ഞിരപ്പള്ളിയൊക്കെ അവരുടെ വീട്. അവർ വൈക്കത്ത് വേറെ ആവശ്യത്തിന് വന്നപ്പോൾ അവിടെ കായൽ തീരത്ത് കുറച്ച് നേരം ഇരിക്കാൻ വന്നാന്നും പറഞ്ഞ. നെയ്മീൻ മുറുക്കം കൂടുതലായതുകൊണ്ട് ഞങ്ങളും ഇപ്പം നെയ്മീൻ അങ്ങനെ മേടിക്കുന്നില്ല, മറ്റേ സോഫ്റ്റ് മീനുകളാണ് മേടിക്കുന്നതെന്ന്. നെയ്മീൻ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കലത്തിലിരുന്ന് പിറ്റേ ദിവസം 2 ദിവസം അങ്ങനെ ഇരുന്നാൽ ഭയങ്കരമായിട്ട് കട്ടിപ്പ് വരുമെന്ന് പറഞ്ഞില്ല, മുറുകൂന്ന. അപ്പം അതുകൊണ്ട് ഞങ്ങളും ഇപ്പം അങ്ങനെ മേടിക്കുന്നില്ല ചേച്ചി പറഞ്ഞു. പേര് ഞാൻ മറന്നുപോയി, ദീപുന്നോ, ഞാൻ മറന്നുപോയി. പേര് ചോദിച്ചതാട്ടോ, മറന്നുപോയി. പലരെയും ഇങ്ങനെ കാണുമ്പോഴേ എഴുതി വെച്ചാലേ ഓർക്കുള്ളൂ. അന്നേരം പെട്ടെന്ന് എഴുതാൻ ഇത് കയ്യിൽ പേന അന്നേരം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എഴുതാറുണ്ട്. സ്റ്റെഫിയുടെ ഞാൻ പേര് എഴുതി വെക്കുവോ ചെയ്ത. എന്നാ ഇപ്പൊ ഓക്കെ, ഊണ് കഴിക്കട്ടെ. പാവയ്ക്ക മോരുകറിയാണ് ഉഗ്രൻ, കലക്കാൻ സാധനം. അത് പാവയ്ക്ക ഇഷ്ടമുള്ളവർക്കാട്ടോ, അല്ലാത്തവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഒരുപാട് കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ മോരും തേങ്ങയരപ്പും ചേരുമ്പോൾ കുറച്ച് കയ്പ് മാറി കിട്ടും. ഇതിനെങ്ങനെ വലിയ കയ്പില്ല. ഇവിടെ ഉണ്ടായ പാവയ്ക്കാട്ടോ, അപ്പയുടെ പാവയ്ക്കയില ലാസ്റ്റ്. പാവലെല്ലാം പോയി, എന്നാലും കുനു ഇച്ചിരിച്ചുണ്ടാവുന്നുണ്ട്. എല്ലാവരും നിങ്ങൾ ചോറുണ്ടോ? ഉണ്ടില്ലെങ്കിൽ വേഗം കഴിക്കുക. അമ്മയുടെ കൂടെ ഉണ്ണുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. 2 മണിയായിരുന്നു, കാരണം അപ്പം വീട്ടിൽ പോയിച്ച് വന്നപ്പോൾ 12:30 പിന്നെ പോയത്. ഞായറാഴ്ച ദിവസം അതുകൊണ്ട് ഇച്ചിരി ഡിലേ ആവും വീട്ടിൽ പോകും. അപ്പം ചേട്ടൻ്റെ അടുത്താണ് പോയിച്ച് വന്നതുകൊണ്ടാട്ടോ അത്രയും വൈകിയത്. ഞങ്ങൾ സാധാരണ 1:15 1:30 ഉണ്ണണതാണ്. ഹാപ്പി ലഞ്ച് ടൈം. ഹാപ്പി ലഞ്ച്.